എങ്ങനെയാണ് വിലോമ പ്രാണായാമം ചെയ്യുന്നത്? കയ്യ ചിന്മുദ്ര. വിലോമ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത്? 2 ഇൻഹലേഷൻ, അത് കഴിഞ്ഞ് ഒരു ഫൈനലി ഒരു കംപ്ലീറ്റ് എക്സലേഷൻ കാണിച്ചു തരാം. ഞാനിവിടെ എന്ത് ചെയ്തു? ഇൻഹേൽ ചെയ്തു, വീണ്ടും ഒന്നും കൂടെ ഇൻഹേൽ ചെയ്തു, അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്തു. ഓക്കെ, അതാണ് വിലോമ പ്രാണം. ഇൻഹേൽ, ഇൻഹേൽ, എക്സേൽ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ 2 ചെയ്തത്, 2 ഇൻഹലേഷൻ. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്? കുറച്ചുകൂടെ ലങ് കപ്പാസിറ്റി ഉള്ളവർക്ക് എങ്ങനെ ചെയ്യാം? ഇൻഹേൽ, 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 എക്സേൽ. കുറച്ചുകൂടെ ലങ് കപ്പാസിറ്റി ഉള്ളവർക്ക് ഇങ്ങനെ 4 പ്രാവശ്യം ഒരുമിച്ച് ഇൻഹേൽ ചെയ്യാം. അങ്ങനെ അവരവരുടെ ഇപ്പൊ നമുക്ക് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചിന്മുദ്രയിൽ കൈവച്ച് അടുപ്പിച്ചടുപ്പിച്ച് 2 ഇൻഹലേഷൻ. എല്ലാവർക്കും പറ്റുന്നുണ്ടോ? അടുത്തടുത്ത് 2 ഇൻഹലേഷൻ. കംഫർട്ടബിൾ ആയിട്ട് നോർമൽ ആയിട്ട് 2 ഇൻഹലേഷൻ ആണ്. നീട്ടി ഒരു പ്രാവശ്യം ആദ്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ഇൻഹേൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നോർമൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന രീതിയിൽ 2 ഇൻഹലേഷൻ എടുക്കുക, എക്സേൽ ചെയ്യുക, എന്നിട്ട് മാക്സിമം അങ്ങ് എക്സേൽ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ സാധിക്കുന്നവർക്ക്, എന്താണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് 3 ഇൻഹലേഷൻ എടുക്കുക. നോർമൽ ബ്രീത്തിങ്, നോർമൽ ഇൻഹലേഷൻ 3 എടുക്കുക, എന്നിട്ട് ഫൈനലി കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സേൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ. ഓക്കെ, 3 ഇൻഹലേഷൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ? 3 ഇൻഹലേഷൻ കണ്ടിന്യൂസ്, 3 നോർമൽ ഇൻഹലേഷൻ ആണ്. പറ്റാത്തവരുണ്ടെങ്കിൽ 2 എണ്ണത്തിൽ ചെയ്യുക, 2 ഇൻഹലേഷൻ ചെയ്യുക. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക, 5 പ്രാവശ്യം, 5 പ്രാവശ്യം ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 2 ഇൻഹലേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ഇൻഹലേഷൻ, അത് കഴിഞ്ഞ് ഫൈനലി ഒരു കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്ത് പോവുക, നീട്ടി കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യുക. ഓക്കെ, ഇൻഹേൽ, 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 എക്സേൽ. ഇത് 3 കണ്ടിന്യൂസ് ഇൻഹലേഷൻ ആണ്. 2 കണ്ടിന്യൂസ് ഇൻഹലേഷൻ എങ്ങനെയാണ്? ഇൻഹേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, സംശയമുള്ളവർക്ക് ഞാൻ ചെയ്ത് നോക്കാം. 3 കണ്ടിന്യൂസ് ഇൻഹലേഷൻ. അഞ്ച് പ്രാവശ്യം ചെയ്തവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ ചെയ്യാം. 5 പ്രാവശ്യം ചെയ്തവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എങ്കിൽ 2 പ്രാവശ്യം കൂടെ ചെയ്യാം. കൂട്ടണ്ട, 4 ആക്കണ്ട. കുറച്ച് നമുക്ക് പ്രാക്ടീസ് കുറച്ച് നാളെ ചെയ്തതിനു ശേഷം 4 കണ്ടിന്യൂസ് ഇൻഹലേഷൻ ചെയ്യും. 3 നോർമൽ ഇൻഹലേഷൻ കണ്ടിന്യൂസ് ആയിട്ട്, അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് ഒരു എക്സലേഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ 3ന്റെ കൗണ്ട് കുറച്ച് 2 ആക്കുക. നമ്മളെ ലങ്സിന്റെ കപ്പാസിറ്റിയുടെ ഓവറായിട്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് ചെയ്യരുത്. ലിമിറ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ലങ്സിന്റെ ലിമിറ്റ് അനുസരിച്ച് ചെയ്യാവും. ചില ആൾക്കാർക്ക് 2 പ്രാവശ്യമേ കണ്ടിന്യൂസ് ഇൻഹലേഷൻ ചെയ്യാൻ പറ്റും, ചിലവർക്ക് 3 ചെയ്യാം, ചിലവർക്ക് 4 ചെയ്യാം. അപ്പൊ അവരവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ ഇൻഹേൽ ചെയ്യാവുള്ളൂ. നോർമൽ ഇൻഹലേഷൻ കണ്ടിന്യൂസ് ആകും, അത് കഴിഞ്ഞ് ഒറ്റ എക്സലേഷൻ. വിലോമ പ്രാണായാമം 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂ സെക്കൻഡ്സ് സൈലൻസിലേക്ക് ഇരിക്കുക, ചിന്മുദ്ര മാറ്റാതെ, മുദ്രയിൽ നിന്നും കൈയെടുക്കാതെ കണ്ണുകളടച്ച് സൈലൻസിലേക്ക് ഇരിക്കുക. മുദ്രയിൽ തന്നെ കൈവയ്ക്കുക.
എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുദ്രയിലേക്ക് കൈ വച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് വരെ മുദ്രയിൽ നിന്നും കൈ മാറ്റരുത്. എത്ര സമയം നമ്മൾ കൂടുതൽ മുദ്രയിലേക്ക് കൈ ഹോൾഡ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കൂടും.